അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് തണലേക്ക് സത്യസായി സേവാ സമിതിയുടെ തണൽ പദ്ധതി. പായിപ്പട പഞ്ചായത്തിലെ എല്ലാ ഹരിതകർമ്മ സേനാംഗങ്ങൾക്കും തലയിൽ ഉറപ്പിച്ചു വയ്ക്കാവുന്ന കൊടകൾ വിതരണം ചെയ്തു. സത്യസായി സേവാ സമിതി കീഴിലം ശാഖയുടെ തണൽ പദ്ധതിയുടെ ഭാഗമായി പായിപ്പട പഞ്ചായത്തിലെ എല്ലാ ഹരിതകർമ്മ സേന അംഗങ്ങൾക്കും മഴക്കാലങ്ങളിലും വേനൽക്കാലങ്ങളിലും ഉപകാരപ്രദമാകും വിധം തലയിൽ ഉറപ്പിച്ചു വയ്ക്കാവുന്ന കുടകൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് MS അലിയാർ കുടകളുടെ വിതരണം ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് ഷാഫി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുകന്യ അനീഷ്, പഞ്ചായത്ത് അംഗം MC വിനയൻ, സെക്രട്ടറി ഷാജി KH, സത്യസായി സേവാ സമിതി അംഗങ്ങളായ രാധാകൃഷ്ണൻ, സുഗതൻ, ബാബുരാജ്, ജയൻ, പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ, ഹരിതകർമ്മസേന അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന മൂവാറ്റുപുഴ ന്യൂസിന്റെ ഭാഗമാകാൻ മൂവാറ്റുപുഴയിലെ ജനപ്രതിനിധികളായ ഞങ്ങൾ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെ ഉപരോധിച്ച് നമസ്കാരം, പകുതി വില തട്ടിപ്പ്, നിർമ്മാർജ്ജനം തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് പുരസ്കാരത്തിൽ ഭാഗമാക്കിയത്. നാടിനൊപ്പം നേരിനൊപ്പം നിലകൊള്ളുന്ന മൂവാറ്റുപുഴ ന്യൂസിലൂടെ ജനങ്ങളുടെ വിശേഷങ്ങൾ ഞങ്ങൾ തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. മൂവാറ്റുപുഴയുടെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തിക്കുന്ന News@18. ഇനി വാർത്താ അവതാരികയാകാൻ ഞാനും ഞാനും